ഗൈസ് നോക്കൂ, നമ്മുടെ അടുത്ത ദിവസം നമ്മളങ്ങനെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മളങ്ങനെ പത്താൻകോട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര ചെയ്യാണ്. ഏതാണ്ട് നമ്മൾ പഞ്ചാബിൽ അടുക്കാറായി, പത്താൻകോട്ടിന് അടുക്കാറായി. ഇപ്പം നമ്മൾ ജലന്ധറാണുള്ളത്. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ പത്താൻകോട്ട് പോകുന്ന കാര്യം എന്നാന്ന് പത്താൻകോട്ട് എത്തിയിട്ട് പറയാം. ഇപ്പം നേരം വെളുപ്പിനെയാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന അക്കോടിനാണ്. ഗൈസ് നോക്കൂ, നമ്മളെടുത്ത അക്കോടിന് അവൻ ഭരത്തിയാട്ടം വരുന്നുണ്ട്. തുമ്പി ലിവിനൊക്കെ ഉറക്കമാണ്. കാരണം ലിവിൻ കയറിപാടെ ഉറങ്ങി. തുമ്പിയാണ് രാത്രി മൊത്തം എടുത്തത്. പിന്നെ കുറച്ച് നേരം ഭരത്തേട്ടനെടുത്തു, ഇപ്പം കുറച്ച് ഞാനെടുത്തു. അങ്ങനെ നമ്മളൊരു വലിയ അണ്ടാവ് കുറ്റിയും കൊണ്ടാണ് പോകുന്നത്. അതായത് ഇതിൻ്റെ പേരാണ് അക്കോഡ്. ഈ അക്കോഡ് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഒരു പാറ്റൻ ടാങ്ക് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭയങ്കര സ്മൂത്തുള്ള വണ്ടിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ഈ വണ്ടീനെ കുറിച്ച് വലിയ അഭിപ്രായമില്ലായിരുന്നു. ഇപ്പം നല്ല അഭിപ്രായമാണ്. അതായത് റോക്കറ്റിൻ്റെ അകത്തൊക്കെ കയറിയിരുന്നിട്ട് നമ്മൾ റോക്കറ്റൊക്കെ ഓടിക്കുന്ന പോലെയാണ് ഗൈസ്. അയ്യോ ഗൈസ്, പാർട്ട് ഓഫ് ആക്കട്ടെ. പാർട്ട് ഓഫ് ആയോ? ഓഫ് ആയിട്ടെ? സീറോ ഇല്ലേ? യെസ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു അണ്ടാവ് അടിച്ചാണ്. അപ്പോൾ അണ്ടാവ് തീർന്നുപോയി. അതായത് ഇതൊരു പ്രത്യേക അണ്ടാവ്, ഓട്ടയുള്ള അണ്ടാവാണ്. ഇതിന് മൈലേജ് എന്ന് പറഞ്ഞ സാധനമില്ല. അപ്രോക്സിമേറ്റ് ഒരു 12 കിട്ടുമായിരിക്കും. അടിക്കണ്ടേ? എവിടെ നിന്ന് അടിക്കുക? അപ്പുറത്ത് അടിക്കുക അല്ലേ? ഈ സൈഡല്ലേ? ഏതാ ആ കുറ്റി? ഈ സൈഡിൽ. എവിടെ നിന്ന് അടിക്കുക? ഇവിടെ നിന്ന് അടിക്കുക അല്ലേ ഏട്ടാ? റോങ് ആണോ? ആ, അതോ ഇവിടുന്ന് എവിടുന്നേലും അടിക്കാം ഗൈസ്. അതായത് ആദ്യം ഇതിന് എണ്ണ അടിക്കട്ടെ. എണ്ണ അടിച്ചിട്ടാണ് ബാക്കി പരിപാടി. നമ്മൾ പഞ്ചാബിലുള്ള, അതായത് ഇവിടുന്ന് ഇനിയിപ്പം അപ്രോക്സിമേറ്റ് വെറും 200 കിലോമീറ്റർ ഇല്ല, 190 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പത്താൻകോട്ടിലേക്ക്. എല്ലാം ഉറക്കുക കേട്ടോ. ലിവിനൊക്കെ നല്ല ഉറക്കുക, തുമ്പിയൊക്കെ ഉറക്കുക. തുമ്പി രാത്രി ഓടിച്ചു. ഈ മണയുണാങ്ങനെ എന്തിനാ കിടന്നുറങ്ങുന്നത്? എടാ ലിവിനെ, എടാ നല്ല ഉറക്കുക. ഗൈസ്, ലിവിൻ കയറിയപ്പോൾ മുതൽ ഉറങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അടിക്കട്ടെ, ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ വരാൻ നേരത്ത് 4000 രൂപ എണ്ണ അടിച്ചു. കറക്റ്റ് എത്ര ഓടി? 320 കിലോമീറ്റർ ഓടിയതുകൊണ്ടോ. കറക്റ്റ് 320 കിലോമീറ്ററിൽ എല്ലാ വെടിക്കെട്ടും കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, ഈ കാണുന്ന ഈ 320 അത് കഴിഞ്ഞേ. ഇനിയിപ്പോൾ ഈ ഇത് കണ്ടോ, അത് കിടക്കുന്നു. മൂക്കും കുത്തി താഴെ കിടക്കുന്നതല്ലേ സൂചി കിടക്കുന്നല്ലേ ഗൈസ്. ഇതിനൊരു പ്രത്യേക ഫീലാട്ടോ. ഇത് ഞാൻ ഒരു ഈ ക്ലാസിൻ്റെ പവറുണ്ട് ഈ അക്കോഡിന്. എനിക്കറിയത്തില്ല, ഇത് ട്യൂൺ ചെയ്യാൻ പറ്റിയ വേണ്ടി 2400 cc ആണ്. ഓഹ് മൈ ഗോഡ്, ദിസ് ഈസ് എ പാറ്റൻ ടാങ്ക് മാൻ. എന്താ സെറ്റപ്പ് എന്ന് നോക്കിയാൽ. എന്തായാലും നമുക്ക് എണ്ണ അടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് പൈസ കൊടുക്കണമല്ലോ. പൈസ കൊടുക്കാതെ പറ്റത്തില്ല. അപ്പം പൈസ കൊടുത്തിട്ട് നമുക്ക് നേരെ ഹൈവേയിലേക്ക് കയറാം കേട്ടോ. എന്തുകൊണ്ട് ജിയോയിൽ നിന്നും എണ്ണ അടിച്ചു എന്ന് ചോദിച്ചാൽ 1 രൂപ കുറവാണ് സുഹൃത്തുക്കളെ ജിയോയിൽ. ചേട്ടൻ അറിയാവോ അത്? 1 രൂപ കുറവ് സാധാ പമ്പിലും. ഗൈസ് നോക്കൂ, സാധാ പമ്പിലും 40 ലിറ്റർ കയറി കേട്ടോ. എന്നിട്ട് പോലും ഫുൾ ടാങ്ക് കയറിയില്ല. നമ്മുടെ ബസ്സിൻ്റെ ട്രാവലിൻ്റെ അത്രയും വലിയ ടാങ്ക് കേട്ടോ. 70 ലിറ്റർ എങ്ങാനോ കയറിയല്ല കേട്ടോ. എൻ്റെ അമ്മ 41 ലിറ്റർ കിട്ടും. എൻ്റെ കണക്ക് ശരിയാണ്, 41 ലിറ്റർ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇനി അപ്പ് ആൻഡ് ഡൗൺ പോയി വരണം. ഫൈനലി നമ്മൾ ഹൈവേ കയറി. അപ്രോക്സിമേറ്റ് ഒരു, എനിക്ക് തോന്നുന്നു നമുക്കിനി ഒരു 100 സംതിങ് കിലോമീറ്ററും കൂടി ഉള്ളൂ. അതെ, 100 സംതിങ് കിലോമീറ്റർ കൂടി ഉള്ളൂ കേട്ടോ. നമ്മളിപ്പം ചെന്ന് കയറുന്നത് ലുധിയാനയിൽ പിന്നെ അങ്ങനെ പത്താൻകോട്ട്. ഗൈസ്, വേറൊരു സംഭവം ഞാൻ പറയട്ടെ. ഈ ഡൽഹി പോലെ തന്നെ പഞ്ചാബും ഹരിയാനയും ഇവിടെ എല്ലാം ഭയങ്കര ഫോഗി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഭയങ്കര കട്ടർ പിടിച്ച റോഡാണ്. വലിയ സുഖമുള്ള റോഡൊന്നുമല്ല. നമ്മൾ വിചാരിക്കും നല്ല സുഖമാണ്. ആ സുഖമൊന്നും ഈ റോഡിൽ കൂടെ ഫുള്ള് അപ്പുറം ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. പല എനിക്ക് വന്ന തുണി മില്ല്, പിന്നെ ഹീറോയുടെ ഒക്കെ എന്തൊക്കെയോ ഫാക്ടറി, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതാ TN. എവിടെ ചെന്നാലും ഇവരുണ്ടാവും കേട്ടോ. എവിടെ ചെന്നാലും ഈ ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലയിലും ചെല്ലുന്ന ഏക രജിസ്ട്രേഷൻ TN ആ. പിന്നെ ഒന്ന് പഞ്ചാബാ. പക്ഷെ ഈ ലോകത്ത് പ്രൈവറ്റ് നമ്പർ പ്ലേറ്റില് ഈ ലോകത്തിന്റെ ഏത് അങ്ങേയറ്റം, അതല്ല, ഈ ലോകത്തിന്റെ ഏത് അങ്ങേ അറ്റത്തും വൈറ്റ് നമ്പർ പ്ലേറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓടിയിരിക്കുന്നത് KL വണ്ടികളാണ്. സത്യം കേട്ടോ, മനസ്സിലായോ? എല്ലാ കാര്യത്തിനും പോയേക്കുന്ന KL. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പ്രൈവറ്റ് ട്രിപ്പുകൾ പോയിരിക്കുന്നത് KL വണ്ടികളാണ്. പഞ്ചാബിന് പൊക്കോണ്ടിരിക്കുകയാണ് പത്താൻകോട്ട്. നമ്മൾ എന്തിനാ പോകുന്നതെന്നുള്ളത് ഇതുവരെ നമ്മൾ പറയാത്തതിന്റെ കാര്യം അവിടെ നടക്കട്ടെ, നടന്നിട്ട് പറയാം. അതെ, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അഡ്വാൻസ് കൊടുത്ത് പേപ്പർ വർക്കിനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് പറയാം.
ഇല്ലേല് പിള്ളേച്ചൻ കള്ളം പറയുന്നതെന്ന് വിചാരിക്കും. ഇന്നലത്തെ പോലെ ആയിപ്പോവും. അതെ, ഇന്നത്തെ ആദ്യത്തെ ടോളല്ല, ഇന്നത്തെ എത്രയോ ടോളുകൾ കഴിഞ്ഞുള്ള ഒരു ടോൾ. ഈ ടോളിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇതാണ് അവസാനിക്കാൻ പോകുന്ന ടോൾ. ഇത് ആളി കത്തിയതാന്ന് തോന്നുന്നു കേട്ടോ. അരേ ലീലമണി ഗൈസ്, ഇതേ ഇവിടെ ആൾക്കാരുണ്ട്. ഇതേ കൈകൊട്ടി പൈസ മേടിക്കുന്നത്. ഇത് ഇവിടുത്തെ രീതിയാട്ടോ. ഇവിടെ എല്ലാരും കൊടുക്കും. ഇതുണ്ടാ അതൊക്കെ ചേച്ചിയുണ്ടോ കൈയൊക്കെ കൂപ്പി പൈസ മേടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് അത്ര സുലഭമല്ല കേട്ടോ. ഇവിടെ ഇത് സുലഭമാണ്. കണ്ട 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 ഇത് ഏകദേശം തീരാറായ ടോളാ അല്ലേ? പൈങ്കിളികളൊക്കെ ഇരിക്കുന്ന കേട്ടോ അതിൻ്റെ അകത്ത്. ഞാൻ തന്നെ ഞാൻ വണ്ടി തുമ്പിക്ക് കൊടുത്തു കേട്ടോ. ഞാൻ മേക്കസിൽ ഇരിക്കാൻ പോയി. എനിക്ക് എന്താ പറയാ, ഭയങ്കര സ്മൂത്താ വണ്ടി. ഉറക്കം വരുവാ. അതായത് ഇങ്ങനെ ഒരു വള്ളത്തിൽ കൂടെ പോകുന്ന ഫീലിംഗാ. ഒരിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സൂര്യൻ്റെ ആറ്റടിക്കുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു മിസ്റ്റി കാലാവസ്ഥ. ഇവിടെയാണ് ആൾക്കാർ ഉറങ്ങാൻ കിടക്കുന്നു. ഡ്രൈവർമാരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. തണുപ്പായതുകൊണ്ട് അവർ കൂടുതൽ ഉറങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. തണുപ്പായതുകൊണ്ട് ഇതേത് MLA-യുടെ വണ്ടിയായിരുന്നു കേട്ടോ. ഇതാന്ന് തോന്നുന്നു അവരുടെ പാർട്ടി. അങ്ങനെ ഇതൊരു MLA-യുടെ വണ്ടിയാണെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് പോവാം. എടുത്തോളൂല്ലേ? എനിക്കാണെങ്കിൽ ഇതിൽ ഉറക്കം വരും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കയറുവാണ്. ബേക്ക് സീറ്റ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. മോനെ കുറെ നേരമായല്ലോ. എനിക്ക് എങ്ങനെ ഇവിടെ ഇതിന്റെ സ്വിച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. മൂഡ് അതും ഇതൊക്കെ മാറ്റാന്ന്. ഫ്രണ്ടിൽ ചേട്ടൻ ഫ്രണ്ടിൽ ഉറങ്ങി. തുമ്പി എടുത്തു. തുമ്പിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. ഞാൻ മൊത്തത്തിൽ ഈ വണ്ടി ഇപ്പൊ എത്ര കിലോമീറ്റർ? അതെ, ഒരു 10 കിലോമീറ്റർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അല്ല ചേട്ടാ, മൊത്തത്തിലേ ഞാനൊരു 10-15 കിലോമീറ്റർ ഓടിച്ചാണ്. ഇന്നലെ നീ ഓടിച്ചിട്ട് വണ്ടി ഇച്ചിരി ഓടിച്ചോളാം. ഇച്ചിരി ഓടിച്ചോളൂ. ഞാൻ ഇച്ചിരി ഓടിച്ചോളൂ. എനിക്ക് അത്ര ഇത് തോന്നില്ല. കാരണം ഉറക്കം വരുന്നു. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര സ്മൂത്താ. ഭയങ്കര സ്മൂത്തിനനുസരിച്ച് എണ്ണ കുടിക്കും. എത്ര കിട്ടിക്കാണും തുമ്പി? നമുക്ക് ഈ മറ്റേ തരിപ്പുള്ള വണ്ടി ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോ എന്തോ പോലെ അല്ലേ? എനിക്ക് ഒഴുക്കുള്ള വണ്ടി പറ്റത്തില്ല. പെട്ടെന്ന് ഉറക്കം വരും. എനിക്കിങ്ങനെ ഇച്ചിരി അഗ്രസീവ് ആയിരിക്കണം, ഇച്ചിരി വലുതായിരിക്കണം. വണ്ടി കൊടുത്താൽ ഇങ്ങനെ പും പും എന്ന് പറഞ്ഞ് കയറണം. ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. ഇതങ്ങനെ ഓടിക്കാൻ പറ്റിയ വണ്ടിയല്ല. കൈ പൊള്ളും. ആവറേജ് 12-13 മൈലേജ് കാണിക്കുന്നുണ്ട്. ആവറേജാ? അത്ര ഉണ്ടോ? ഇത്ര കിട്ടിയല്ലേ? ഓ, ചേട്ടന്റെ കിളി പോയി. ചേട്ടൻ ഹോണ്ട വർക്ക് ചെയ്താ കേട്ടോ. നീയോ? ആര് കിളി? രാവിലെ മുതൽ കിടന്ന് ഉറങ്ങുന്ന നിനക്ക് എന്നാ കിളി? ഗൈസ്, എന്തായാലും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ. ലക്ഷ്യസ്ഥാനത്ത് നമ്മുടെ കർമ്മം ഗൈസ് എന്തായാലും എത്തട്ടെ. എന്നിട്ട് നമുക്ക് അവിടെ പരിപാടികൾ തുടങ്ങാം. അപ്പം നമ്മൾ ഇനിയിപ്പോ അമൃത്സർ അല്ല, ജലന്ധർ അല്ല ഏട്ടാ. ജലന്ധറിൽ നിന്നാണ് തിരിഞ്ഞ് പത്താൻകോട്ടിന് പോകുന്നത് കേട്ടോ. അതായത് പഞ്ചാബിന്റെ സെൻട്രലിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതെ അല്ലേ? ഒരു E ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു C ക്ലാസ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു ഇത് കൂടുതൽ ചോദിക്കരുത്. എന്റെ കവളി ഞാൻ കലക്കും ഗൈസ് നോക്കുക. അപ്പം നല്ല രസമാണ് അതിനകത്ത് പോവാൻ. പക്ഷെ ഇതിന്റെ മെയിൻ ഇത് ഓടിക്കാൻ അറിയണം. ഇതിപ്പോ തുമ്പി ഓടിക്കുന്ന പോലെയാണ് ഓടിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അറിയും. കാരണം വെച്ചാൽ അത്ര രീതിയിൽ എണ്ണ അടിക്കേണ്ടി വരും. അപ്പൊ ഇത് ഓടിക്കേണ്ട രീതി ഉണ്ട്. ആ രീതിയിലെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. പെഡൽ ഷിഫ്റ്റ് അത് നമ്മുടെ മറ്റേ ഇതിനുണ്ട്, കൊറോളയ്ക്കുണ്ട്. അതായത് ഇതിന് പെഡൽ ഷിഫ്റ്റ്, മാങ്ങ, തേങ്ങ, കുടച്ചക്രം, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു വാഹനം, നല്ല യാത്രാ ഫീലിംഗ് ആട്ടോ. ഇന്നലെ ഞാൻ കേറിപ്പം കിടന്ന് ഉറങ്ങിയതാ. ഞാൻ ഇപ്പഴാ ഏറ്റെ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമല്ലോ. അതെ, അത്രയധികം യാത്രാ സുഖം വണ്ടിക്ക്. ഞാൻ വഞ്ചിച്ചു. പുള്ളിയോട് പറഞ്ഞ് കൊല്ലത്താണ് ഇപ്പൊ 2 പാൻസ് ഒക്കെ ഇടാൻ. പുള്ളി 2 പാൻസ് ഒക്കെ ഇട്ട് ഇവിടെ വന്നപ്പോൾ ഒടുക്കത്തെ ചൂട്. അങ്ങോട്ടല്ലേ പിന്നെ ഓടുന്നേ? ഞാൻ വിചാരിച്ചു ബന്ധുക്കാരെ വല്ലതും കാണാൻ പോവാണെന്ന്. അല്ല കൈസ്, നമുക്ക് ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു കപ്പൽ കേട്ടോ. ഒരു ബീസ്റ്റാണ് ഈ സാധനം. അതായത് സ്പീഡിന് സ്പീഡ്, പവറിന് പവർ, അതുപോലെ തന്നെ എന്താ പറയുക, ലക്ഷറിക്ക് ലക്ഷറി. ഗൈസ്, ഞാൻ ഈ വണ്ടീനെ ഒരു ചപ്രി ആയിട്ടാണ് കണ്ടത്. പക്ഷേ ഇതൊരു ചപ്രി അല്ല കേട്ടോ. ഇവനൊരു ബീസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നവനല്ല ഇവൻ. എന്തോ ഫീലിംഗ് എന്നറിയാമോ? ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പം പത്താംകോട്ട് വലിയ ദൂരമൊന്നുമില്ല. ഇവിടെ കൃഷിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ.
എല്ലാം നെയ്തെടുത്തു ഗൈസ്. അതായത് മഞ്ഞായല്ലോ, മഞ്ഞായപ്പോൾ എല്ലാം കൊയ്ത് റെഡിയാക്കി എടുത്തു. ഇതൊക്കെ ലോഡ് കയറി പോകുന്ന സർദാർജിമാരുടെ മറ്റേ ട്രക്കാട്ടോ അരി കൊണ്ട് പോകുന്നത്. ഇവിടെ നിന്ന് നിസ്സാര ദൂരമുള്ളൂ നമുക്ക് പത്താൻകോട്ട് ചെന്നിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തുടങ്ങാം. ഇപ്പം എങ്ങനെയാവും എന്താണെന്ന് അറിയില്ല. നമ്മളെ വെയിറ്റ് ചെയ്ത് അവനോട് നിൽപ്പുണ്ട്. അതായത് ഞങ്ങൾക്ക് 5 വർഷം മുമ്പേ അറിയാവുന്ന ഒരുത്തനാണ്, ഞങ്ങളോട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഈ വഴിയാണ് നമുക്ക് നേരെ പോകേണ്ടത്. ഇങ്ങോട്ട് എത്തിയപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ പൊല്യൂട്ടഡ് അല്ല. സൂര്യനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അത്ര സ്കൈ അത്ര ക്ലിയർ അല്ല ഗൈസ്. അതാണ് ഒരു മെയിൻ സംഭവം. അതായത് ഒരു പൊല്യൂട്ടഡ് പോലെ തന്നെയാണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ ഒരു ഇതാണ് അല്ലേ തുമ്പി? ഒരു മങ്ങലല്ലോ മൊത്തത്തിൽ. മൊത്തത്തിൽ സത്യം പറയാൻ ഒരു മങ്ങലാകട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാ അത് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളെ? മിസ്റ്റർ ലിബിൻ എത്തിയിരിക്കുകയാണ്. നടക്കാൻ പോലും പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഒരു കേരള റെസ്റ്റോറൻറ്റിൽ കയറി ബീഫ് കഴിച്ചതാ, 1.5 ദിവസമായി. ഭയങ്കര പെട്ടിയും പുകയുവാ. തുമ്പിക്കും അങ്ങനെയൊക്കെ തന്നെയാ, എനിക്ക് മാത്രമേ അത് കുഴപ്പമില്ലാത്തേ ഉള്ളൂ അല്ലേ തുമ്പി? ഞങ്ങളെ കഴിച്ചോളൂ, നിങ്ങൾ കഴിച്ചില്ലല്ലോ, നിങ്ങൾ താറാവല്ലേ കഴിച്ചു. നമ്മൾ അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. തുമ്പി ഓടിക്കുന്നു, ലിവിൻ പുറത്തിരിക്കുന്നു, അല്ല ലിവിൻ പുറകിലിരിക്കുന്നു, ഭരതേട്ടൻ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട് പോവാണ്. അപ്പൊ തുമ്പി ഇപ്പൊ റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയണോ? ചൈന പോകുമ്പോ നിങ്ങൾക്ക് വേണ്ടത് മെഴുകു പ്രതിമ. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ നോക്കൂ, ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇനി ഒരു 38 കിലോമീറ്റർ ഉള്ളു മൊത്തത്തിൽ. ഓരോ വണ്ടിയുടെ ചെറിയ എന്റെ പെണ്ണ ആന്റി സംഭവം പറയായിരുന്നില്ലേ? മിനിയേച്ചർ ഗൈസ്. നോക്കൂ, ഫൈനലി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് നമുക്ക് ഈ പത്താൻകോട്ടിലേക്ക് വരാൻ നേരത്തെ കാണാൻ പറ്റുന്ന സുഹൃത്തുക്കളെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു 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 പുലർക്കാലം ഗൈസ്. എന്തായാലും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് നിന്നിട്ട് കാണാം കേട്ടോ. ഇനി മണഗുണയൊന്നും പറയുന്നില്ല, അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ പത്താൻകോട്ട് കയറുമ്പോൾ ഒരു പോലീസ് സെന്റർ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ചെക്കിങ് ഉണ്ടാകുന്നതാണ്. ഞാൻ പണ്ട് മുതലേ വരാൻ നേരത്തൊക്കെ ഇവിടെ ചെക്കിങ് പിടിച്ചു നിർത്താറൊക്കെ ഉണ്ട്. ചിലപ്പം ചോദിക്കും എന്തെങ്കിലുമൊക്കെ. അതേപോലെ ജമ്മു കയറാൻ നേരത്ത് ഇതേപോലെ ഒരു പോസ്റ്റ് ഉണ്ട്. പിടിച്ചു, ട്രാങ്കറുകാരനെ പിടിച്ചു. ഇവിടെ നിൽക്കാറുണ്ട്. ഇത് ഒരു എന്നാ പറയുക, പോലീസിൽ കൂടുതൽ ഇതൊരു ചെക്കിങ് ആണ് ഇതിന്റെ മെയിൻ സെറ്റപ്പ് കേട്ടോ. അങ്ങനെയുണ്ട്, അങ്ങനെ ഞാൻ പറയാം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ TT SS ഇതൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഇത് കണ്ടോ. ഇതാണ് ആ വണ്ടികൾ പാർക്ക് ചെയ്ത സ്ഥലം. നേരെ പോട്ടെ. ഫൈനലി നമ്മൾ മക്ഡൊണാൾഡ്സ് KFC ആ ഒരു സ്ഥലത്തെത്തി. നമ്മുടെ വണ്ടികളൊക്കെ ഇത് കണ്ടോ, ഈ റോഡിന്റെ അങ്ങേ സൈഡിലൊക്കെ ഇട്ടായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ അറിയത്തില്ലല്ലോ. പറയാം. ഗൈസ് നോക്ക്, എല്ലാ സംഭവങ്ങളും പറയാം. ആദ്യം കാര്യങ്ങൾ നടത്തിട്ട് ഇവിടെ ഒരു മിലിറ്ററി ജീപ്പ് കണ്ടോ, പഞ്ചാബ് റേഷൻ, പഴയൊരു സാധനം കേട്ടോ. മിലിറ്ററി ഉപയോഗിച്ചിട്ടുണ്ടെന്നാന്ന് തോന്നുന്നത്. അന്ന് ഞങ്ങൾ വരുമ്പോൾ സ്റ്റാർബക്സ് വരെ ഉള്ളൂ. ഈ സ്റ്റുഡിയോ ഒക്കെ ഇപ്പം വന്നു. അതുകൊണ്ടാ ദേ ഈ സ്റ്റുഡിയോയും സാധനങ്ങളൊക്കെ ഇപ്പം വന്നു കേട്ടോ. പണ്ടതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി 2 ബർഗറും സാധനങ്ങളൊക്കെ ഒപ്പിക്കട്ടെ. അപ്പോഴത്തേക്കും അവർ വരും. അക്കോട് ലിബിനെ വാ, അക്കോട് വിചാരിച്ച പോലെ അല്ല കേട്ടോ, തീർവണ്ടി. നീ കോണാതി പോരുന്നത് ഇതിനകത്ത് കേൾക്കത്തൊന്നുമില്ലേ? നല്ല വണ്ടി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ മൈക്ക് എടുക്കാൻ മറക്കല്ല കേട്ടോ പോകാൻ നേരത്ത്. മൈക്ക് എടുക്കാം ഗൈസ്. അതായത് ഈ റൂട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഒന്നും വരാൻ ഇതൊന്നും ഇല്ല. ഇതൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷം 4 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അന്ന് ഈ ഹൽത്തീസോ KFC മാത്രം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ വന്നേ. ആ സൈഡിലൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നത്. എന്തായാലും ആട്ടെ, നമുക്ക് പോയി മുണുങ്ങാം. നല്ലൊരു മിണുക്കണം. ഇവിടെ ബീഫ് ബർഗറുണ്ട്, ചിലപ്പോഴേ കിട്ടുള്ളൂ, ഇല്ല തെറിയായിരിക്കും. അല്ല ചിക്കനാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അത് കയറുന്നില്ല, ഇറങ്ങിപ്പോവും. KFC മക്ഡൊണാൾഡ്സ് ഒക്കെ ഓരോ രാജ്യത്തിനനുസരിച്ചാണ് ഇവരുടെ വിഭവങ്ങൾ റെഡിയാക്കുന്നത്. ഇവിടെ ബീഫ് കിട്ടത്തില്ല കേട്ടോ. വാ ഗൈസ്, മലേഷ്യയില് ബീഫ് ബർഗർ കിട്ടും. ഇനി ഇവിടെ കയറി സിംഗർ കഴിക്കുക, അല്ലെ ബർഗർ കിങ്ങിൽ കയറുക. ബർഗർ കിങ്ങിൽ നല്ല KFC തന്നെ കേട്ടോ അല്ലേ? KFC കയറി ഒരു മുണുക്കാം. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. നമ്മളങ്ങനെ അവിടെ 2 വണ്ടി, അത് SML അത് കിടക്കുന്നു, ഇത് ട്രാക്ടർ കിടക്കുന്നു, ശക്തിമാൻ കിടക്കുന്നു. ഇത് ഇവിടെ ഒരു മിഗ് ഉണ്ടായിരുന്നു, ആ മിഗൊക്കെ കൊണ്ടുപോയി കേട്ടോ. ഇതാ ആളെത്തി. അവനെ നമ്മളെ ഇതുവരെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇതാ SML ഇതാ. ഇവിടെ ചാടി പോട്ടെ ഗായ്സ്. ഇവൻ 2 എണ്ണം അങ്ങനെ തോന്നില്ല, എഴുതി പിടിച്ചേ 5 എണ്ണം ഇഷ്ടം പോലെ ഉണ്ടാവും. भैया मेरे पता है
मैं देव 3 टाइम इधर आएगा। पता है मुझे, पता है। आप तब पिछली बार बस में आए थे ना। ये मेरा ഫ്രണ്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം വന്നിട്ടുള്ള നമ്മൾ എന്തായാലും വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു മാസത്തെ ഒരു സ്റ്റാലിനും എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്താക്കുന്നത്. അപ്പോൾ ഇതാണ് വാഹനം എന്ന് പറയുന്ന സാധനം. അപ്പം ഇതെടുക്കാൻ വേണ്ടിയാണ് ഒന്ന് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. പക്ഷേ ഇത് നമ്പർ ആകാനുണ്ട് കേട്ടോ. ये स्पेसिफिक सब कुछ देख के लिए गाड़ियाँ मेरे पास ऑलरेडी भी आगे भी आता है, बट ये क्या है साफ है इसीलिए रख लिया, नहीं तो हम खोल देता अभी तक। करवाना पड़ेगा, अभी तो नहीं है, करवाना पड़ेगा इसको। സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇതാണ് നമ്മൾ ഒരെണ്ണം പറഞ്ഞാകുന്ന SML. കോൺസാ മോഡലേ? ये 2011 2011 എത്ര തുമ്പി? 2011 SML ആണ്. ഇതിന്റെ ടയർ മേടിക്കണേ തന്നെ മുടിയും, മൊത്തം ചാണകമാണല്ലോ. അപ്പോഴേ വണ്ടി നോക്കട്ടെ കേട്ടോ. ആംബുലൻസ് ഫുൾ AC. ഇങ്ങനെയാണോ കയറുന്നത്? എന്നെ കൂടെ കേട്ടോ. എന്റെ ക്യാമറ പിടിക്കുമോ? അത് പിടിച്ചോട്ടോ, ഞാൻ കയറിയല്ല. ഗൈസ് ദേ ഇതാണ് ഇതിൻ്റെ ഉൾവശം. വാഷ് ബേസിൻ ഉണ്ടാവും, AC ഉണ്ടാവും. ഇത് ICU ആണ് ശരിക്കും കേട്ടോ. മിലിറ്ററിയിലെ ആർമി ഉദ്യോഗസ്ഥ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബെഡാ. മിലിറ്ററി പഞ്ഞി. ഇതാണ് സാധനം നമ്മൾ ഒരെണ്ണം എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളു ഭയങ്കര സെറ്റപ്പ് കേട്ടോ ചേട്ടാ. ഏറാ, ഇത് കണ്ടോ ഏറാ. ദേ ഇത് പൊങ്ങും. ഇത് 2 ബെഡാ. ഇതിന് 2 ബെഡാ. 4 പേര് അറ്റ് ടൈമിൽ കയറ്റാം. അയ്യോ അമ്പ സംഭവം തന്നെ. ചടിക്കോ അമ്പ. ടയർ കണ്ട എന്താ സെറ്റപ്പ് ഗൈസ്. 4 വർഷം മുമ്പ് ഞങ്ങൾ എടുക്കണ്ടായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് ലിബിൻ സമ്മതിച്ചില്ല. ഉണ്ട് എന്താ സംഭവം. നല്ല ശരിയാക്കി എടുക്കണം കേട്ടോ. ഇത് കണ്ടോ ഇതേ ഉൾഭാഗമൊക്കെ ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. एक प्लेटफॉर्म होता है 40 फुट का मिनिमम, उसके अंदर 2 गाड़ियाँ എന്നാ പറയുന്നത് एक आएगी। ചേട്ടാ ഇവൻ നമ്മളോട് പറഞ്ഞ പൈസ പ്ലാറ്റ്ഫോം ഇട്ട് തരൂലെന്ന് ചോദിച്ചേ. ഇവിടെയൊക്കെ കുറേ 6x6 ഒക്കെ ഇവൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാനില്ല. അവൻ്റെ എല്ലാം പൊളിച്ചു പോയി കേട്ടോ. അവൻ്റെ വണ്ടികളെല്ലാം പൊളിച്ചു. ഇനി ഇവിടെ 2-3 സ്ഥലമുണ്ട്, നമുക്ക് ഇവിടെ എല്ലാം പോവാം. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓരോന്നായിട്ട്. വണ്ടികളുടെ സാധനങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടോ. ഇതിന് 3 ലക്ഷം രൂപ ഞങ്ങളോട് പറഞ്ഞത്. പേപ്പർ ആയി തരാമെന്ന് പറയാം. 80,000 രൂപ പേപ്പറിന്, പിന്നെ രജിസ്ട്രേഷൻ, ഇതെല്ലാം കൂടി വലിയ പൈസയാവും കേട്ടോ. 5 രൂപ എടുത്താവും ഒരു വണ്ടിക്ക്. 2 എടുക്കണം. അപ്പം എന്ത് പണ്ടാരം. ഇത് ഏറ്റവും പണിയാണ് കേട്ടോ. ഇത് ഇടിയും തട്ടും മുട്ടൊക്കെ ഇട്ടി നാശിച്ച് നാരണൊക്കെ എല്ലായി നടക്കുന്ന സാധനമാണ്. ഇതൊക്കെ എന്നേ ആർമി കണ്ടം ചെയ്താന്നറിയാവോ. ഇത് കണ്ടം ചെയ്ത വണ്ടിയാണ് കേട്ടോ. കൊള്ളാം. സ്വരാജ് മസ്തയില്ലേ ഇതിന്? എന്താ മസ്തയില്ലാത്ത? ഗൈസ് ഇവിടെ ചർച്ചാ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂത്ത് കളയടാ മോനെ അങ്ങോട്ട്. കണ്ടോ ചെറുക്കൻ കണ്ടോ കിടക്കുന്നത് കണ്ടോ മക്കളെ. നമുക്ക് നാട്ടിൽ കൊണ്ടുള്ള സാധനമാണ്. പേപ്പർ സാധനങ്ങൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി ഉറാല് കിട്ടുമോ അല്ലെങ്കിൽ ഒരു കമാസ് കിട്ടുമോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം. ദൂരെ വണ്ടി ഉണ്ടെന്ന് പറയാം. പണ്ട് ഞങ്ങളുടെ വരാൻ നേരത്തെ എല്ലാം പൊളിച്ച് പോയി. കുറേയൊക്കെ നാട്ടിലേക്കൊക്കെ പോയിട്ടോ. സൗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ജിപ്സി സാധനങ്ങളും പോകുന്നത് അല്ലടാ. ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ പൈസക്ക് വണ്ടി വിൽക്കുന്ന സ്ഥലം. ഇവൻ്റെ അപ്പനും മോനും കൂടിയാണ് പരിപാടി ചെയ്യുന്നത്. അതെ. പിന്നെ അതിന് ഉള്ളിലൊരു സ്ഥാപനമുണ്ട്. പക്ഷെ എത്രത്തോളം അവർ പൈസ കുറച്ച് തരും നമുക്ക് അറിയത്തില്ല. ഇപ്പം നമുക്ക് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത പൈസ ഒരു 50,000 രൂപ കൂടുതലേ ഉള്ളൂ ഇതിനകത്ത്. 50,000 രൂപ പേപ്പർ കറക്റ്റാണ്. 50,000 രൂപ കോട്ടയം നോക്കാം. കാര്യം എന്താ വെച്ചാൽ അതിന് നമ്മൾ നടക്കണ്ടല്ലോ ഗൈസ്. അതായത് നമ്മൾ ഈ വണ്ടി മാത്രമല്ല വേറൊരു സ്റ്റാലിനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം SML, ഇതുകൂടാതെ ലൈലാൻഡിൻ്റെ ഒരു സാധനം കൂടി ഉണ്ട്. അതും കൂടിയാണ് നോക്കാൻ വേണ്ടി വന്നത്. പക്ഷേ അതിപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു SML ഒരു സ്റ്റാലിനും കൂടെ കൊണ്ടുള്ള പ്ലാനാണ്. ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ 7 ദിവസം തൊട്ട് 20 ദിവസം വരെ പേപ്പർ ആകാൻ വേണ്ടി സമയം എടുക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ അപ്ലോഡ് കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് വേണം നാട്ടിലേക്ക് NOC എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കില്ല. കാരണം ഇതിൻ്റെ A to Z വർക്കുണ്ട്. കാരണം അടി തൊട്ട് മുടി വരെ വണ്ടി, അതായത് വർക്ക് ചെയ്യണം, പിന്നെ എഞ്ചിൻ പണി ചെയ്യണം, എല്ലാം നമ്മളെല്ലാം ചെയ്യണം. ഇതിനൊന്നും നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും പ്രതീക്ഷിച്ചാക്കരുത്. ഇതിപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ തുമ്പിയും
പുള്ളിയൊക്കെ അവിടെ ഇതുണ്ട് ഓരോന്നോരോന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഇതിൻ്റെ ഏരിയയാണ്. നമ്മൾ വേറെയും 2-3 സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി അന്വേഷിക്കണം. എന്നിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി. ഇത് നാട്ടിലെത്തുമ്പോൾ തന്നെ ഏതാണ്ട് 10-30,000 രൂപ 35,000 രൂപ എണ്ണ എത്തും. 3.5 മൈലേജ് ആണ്. പിന്നെ 30,000 നിൽക്കില്ല. ഇതിന് കുറച്ച് ലീക്ക് ഉണ്ട് 4x4 ഇതുണ്ടോ? അത് ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു യാഥാർത്ഥ്യം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വണ്ടി എടുക്കാൻ. നമ്മൾ പെട്ടെന്ന് ചാടിക്കറി എടുക്കാൻ പറ്റിയൊരു സാധനമല്ല അല്ലേടാ. അതെ. പിന്നെ അതിന് ബോഡി ഇല്ലേ, ബോഡിക്ക് അത്യാവശ്യം ഇതിന് പണിയുണ്ട്. ഉണ്ടെന്നേ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട് ഇവിടെയൊക്കെ ചെറിയ ചളക്ക്, ഇത് കണ്ട് ഇവിടെ ചെറിയ തട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്ന ഷേപ്പ് ഉണ്ട്. ഇതൊക്കെ ഷേപ്പാക്കി എടുക്കണം. അത്യാവശ്യം നല്ല പൈസ കയ്യിൽ നിന്ന് പോകുന്ന പരിപാടി. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ഇന്ത്യയിലുണ്ടോ, ഇന്ത്യയിലൊക്കെ മൊത്തം ഇങ്ങനെ നാശകോശമായിട്ട് കിടക്കുക. പക്ഷേ AC ഉണ്ട് കേട്ടോ, കമ്പനി AC-യാ. ഇതൊരു കാര്യം ചോദിച്ചോ, ഇത്ര 10 കൊല്ലമായ സാധനം ഇതുപോലും കളിച്ച് പ്ലാസ്റ്റിക് കളിച്ചില്ല. ആർമി ഉപയോഗിച്ച വണ്ടിയാണ്. ആർമി ഉപയോഗിച്ചാണ്. ഇതാ ഈ പ്ലാറ്റ്ഫോമൊക്കെ പോയി കേട്ടോ, നല്ല റെഡിയാക്കണം. പാച്ച് വർക്ക് കണ്ടമാനമുണ്ട്. ഇത് പോയതാ ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ മേളില്. പാച്ച് വർക്ക് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ചെയ്യാനും ഉണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കി സംസാരിക്കട്ടെ. 2-3 സ്ഥലത്തും കൂടെ പോവാം. ഒരു 4 സ്ഥലമുണ്ട് ഇതിൻ്റെ. ആംബുലൻസിൻ്റെ സാധനങ്ങൾ, സംഭവങ്ങൾ, ഉണ്ടാ തേങ്ങൊക്കെ കളയണം. എന്നിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകണം 2 വണ്ടി. അല്ലെങ്കിൽ ട്രക്കിന് ടോ ചെയ്യണം. അതിന് 35,000 രൂപ. അതിപ്പേദം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ ഒരു 5,000 രൂപ 6,000 രൂപ കൂടുതൽ എണ്ണയ്ക്ക് അടിച്ചാൽ മതി. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വേറെ സ്റ്റാലിനൊപ്പം വരുമെന്ന് പറഞ്ഞാൽ നാളെയോ? നാളെ എത്ര മണിക്ക് കാണാമെന്ന് പറഞ്ഞാ? ആ, ലഡാക്കിൽ നിന്ന് വരണമെന്നല്ലേ പറഞ്ഞേ? എന്നാ വണ്ടി എവിടെ ഉണ്ടോ? പുള്ളി നമ്മുടെ കൂടുതൽ ജിപ്സി കാണിച്ചു തരാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ജിപ്സി നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാ പറഞ്ഞേ? കുറച്ച് ബേക്ക് വരെ ബൈക്ക് ബേക്കിന് രക്ഷപ്പെട്ടു. എന്നാൽ പിന്നെ ബൈക്കിന് സഞ്ചരി. ഇല്ല അവൻ്റെ പുറകെ പോകണം. അല്ല, അവൻ വരും. ഭയ്യാ ഇധർ സെ പീച്ചെ പോവാം. തുമ്പി സംഭവം ഉണ്ടല്ലോ, ഇവർ 2-3 പേരുണ്ട്. ഇവനാണ് ഇതിലെ ഏറ്റവും ചെറുത്. ഇതിൽ പാട്ട് വല്ലതും കേട്ടോടാ? താങ്കൾ വിളിക്കുന്ന വ്യക്തി മറ്റൊരു കോളിലാണ്. ആ ഗൈസ്, ഇയാളാണ് ഏറ്റവും ചെറുത്. ഇതിന് വലിയ ബെഡാ ടീമുകളാണ് ഇനിയുള്ളത്. തല ഇറങ്ങി പോയി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ജസ്റ്റ് കാണാം. ജനറേറ്റർ സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ A to Z എന്തും കിട്ടും. ഇതൊന്നുമല്ല എന്താ രസം നോക്കിയേ. ഇത് നോക്കിയേ, ഇതിന്റെ അകത്ത് ഒരു യാടാ കേട്ടോ. ഇതൊരു യാടാ. ഇത് കണ്ടോ, ഇതൊക്കെ പൊളിച്ചാ. അത് കണ്ടോ കിടക്കുന്നുണ്ടോ? അതിനകത്ത് കിടക്കുന്നുണ്ടോ? കൊട്ടക്കൊട്ടങ്ങാന്നും പറഞ്ഞ ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു. നല്ല വണ്ടിയെല്ലാം പൊളിച്ചു പോയി. നല്ല വണ്ടിയൊക്കെ പോയി. പിന്നെ നമ്മൾ നേരത്തെ കോണ്ടാക്ട് ചെയ്ത് നന്നായിടാലേ പിന്നെ. അല്ലേ നമുക്ക് കിട്ടത്തില്ലല്ലോ. ഇത് ഉള്ളി വയ്യാടില്ലേ? അതായത് ലിവിനെ, ഈ പത്താംകോട്ടെ മെയിനായിട്ട് ഇവർക്ക് സാധനങ്ങൾ കിട്ടാൻ ഇത് കൂടുതലാ. കാരണം എല്ലാത്തിന്റെ ഹബ്ബ് ഇതല്ലേ. ശരിയാണോ? ലേയുടെയും കാശ്മീരിന്റെയും ജമ്മുവിന്റെ അതിന്റെ എല്ലാം ഇതിന്റെ അകത്തൂടെ അങ്ങോട്ട് കയറിയിട്ടാന്ന് തോന്നുന്നു. അത് തന്നെ ഇത് തന്നെ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ജിപ്സി സാധനങ്ങളൊക്കെ ഉള്ളത്. ടാറ്റയുടെ സഫാരി, ആർമിന്ന് പിടിച്ച 4x4 ലേട്ടാ ആ സാധനം. അത് ഇതെല്ലാം കിട്ടും. ഉണ്ട്. ഇത് ട്രാക്ടർ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറുക. ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് സഫാരി ഉണ്ട്. ഇതുണ്ട് ആർമിയുടെ മറ്റു സാധനങ്ങൾ കണ്ടോ, ബാഗ് അതുപോലെ സാധനങ്ങൾ. ഇത് ഇവൻ്റെ തന്നെ ഗ്യാരേജ് ആട്ടാ. ഇവിടെ ഇവൻ തന്നെ പിടിച്ചിട്ടാക്കുന്ന വണ്ടികളാണ് ഇത് മൊത്തം. സഫാരി സ്ട്രോം ആർമിയുടെ അടിപൊളി. ഇതേ അടുത്തത് സഫാരി. എൻ്റെ അടുത്ത് 2 ഉണ്ടായിരുന്നു. ജിപ്സി ഇത് കണ്ട ജിപ്സി. പഞ്ചാബ്. ഓ, ഇത് ഒറിജിനൽ പഞ്ചാബ് രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. ആർമിക്ക് HP है? अच्छा मैं इस कंडीशन में देता है जो 6-7 ദേ ജിപ്സി, പഴയ ജിപ്സി. ഇതൊക്കെ ഞങ്ങൾ പണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പേ വന്ന് ചെയ്ത കേട്ടോ. 3 അല്ല 4 വർഷം. അന്ന് ഞാൻ ലിബിനോട് എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ലിബി സമ്മതിച്ചില്ല. അപ്പോൾ അന്ന് ആ സാഹചര്യം ഇല്ലായിരുന്നു. അതെ, ഇന്ന് ഈ സാഹചര്യം വന്നു ചേർന്നു. അപ്പം ഇപ്പോഴാണ് എടുക്കാൻ പറ്റി. അങ്ങനെ ഇത് എടുക്കുന്നത്. ഇത് നമ്മുടെ അല്ല, ഇത് നമുക്ക് അങ്ങനെ താല്പര്യമില്ല. നമ്മൾ 2 ട്രക്കും ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുമ്പിനെ വിളിക്കുക. അതെ, തുമ്പിയോട് ചോദിക്കുക. അപ്പോൾ തുമ്പി പറയും. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. का 4x4 MBF അല്ലേ ഏട്ടാ? ഒറ്റയടിക്ക് സാധനം സ്റ്റാർട്ടായി.
എന്താ പെട്രോൾ എഞ്ചിൻ്റെ സ്മൂത്ത് എഞ്ചിൻ എവിടെയെല്ലാം കയറി പോകുന്നല്ലേ. അതെ, നമ്മളിത് നോക്കിയിട്ടേ 2-3 സ്ഥലം കൂടെ ഉണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാം. ഇവനാണ് തസ്ത എടോ, ഒറ്റയടിക്ക് സ്റ്റാർട്ടായിടോ. തുമ്പി കൊട്ടമണിയാ, ഒറ്റയടിക്ക് സ്റ്റാർട്ടായിടോ. ഇത് വേറെ വേരിയൻ്റാ, നമ്മുടെ 140 അല്ല 400 അല്ല. പമ്പം പവറാ ഇതിന്. തുമ്പി ഇത് 140 അല്ല 400 അല്ല. ഇത് ആർമിയുടെ VX ആട്ടോ, സഫാരി ടോയ് ചെയ്യുന്ന സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ പെയിൻ്റ് അടിച്ച് വൈറ്റ് ആക്കിയേക്കുന്നതാണ്. ഇത് ഒറ്റക്കോട്ട് നിപ്പൻ നിർത്തി അടിച്ചാക്കുന്നതാട്ടോ. എഞ്ചിൻ പൊക്കിയ തുമ്പി ഒന്ന് അല്ലേ തുമ്പി? ഇത് ഒറ്റക്കോട്ട് നിപ്പൻ നിർത്തി അടിച്ചാക്കുന്നതല്ലേ? നിർത്തി അടിച്ചാക്കുന്നതാട്ടോ. പക്ഷേ ഈ പുള്ളിക്കാരൻ ഞാൻ വരുമെന്ന് ഇയാൾക്ക് ഉറപ്പില്ലായിരുന്നു കേട്ടോ. ഇയാളെ വിളിച്ച എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും വിളിക്കുന്ന പോലെ 5 വട്ടം വിളിക്കുമായിരുന്നു. ഞാൻ ഇപ്പം വരും കൊടുക്കരുത്, ഞാനിപ്പം വരും കൊടുക്കരുത്. ആകെ ഈ മൈക്ക് കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് കൈ. സത്യം പറയുന്നത് തന്നെ, ഈ DJ കൊണ്ടും റോഡ് കൊണ്ടും എല്ലാം കൊണ്ടും ഇതിനൊന്നും എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. ഇഷ്ടപ്പെട്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഇനി 2-3 സ്ഥലം കൂടെ ഉണ്ട്, അത് കണ്ട കിളി പറയും പോവാ. അയ്യോ അത് വലുത്. അതെ, ഇത് മോട്ടാ ഇത് ചെറിയ പുണ്ട, അത് വലിയ പുണ്ട. പുണ്ടാ പോവാം. നമ്മളങ്ങനെ ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തോട്ട് പോകുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം കണ്ടു, ഇനി ഇതുപോലത്തെ 2-3 സ്ഥലമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഞാനിവിടെ എല്ലാം നഗരി തെണ്ടി ഊരുതെണ്ടിനെ പോലെ ഞാൻ ലിവിനെ നടന്നതാണ് അല്ലേ ലിവിനെ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ലിവിനെ ഏറ്റവും വലിയ ഷോറൂമിലോട്ടല്ലേ ഇപ്പം നമ്മൾ പോകുന്നേ? അത് കഴിഞ്ഞ് 2-3 ചെറുതുമുണ്ട്. നമ്മൾ ടാറ്റ മാത്രം പൊളിക്കുന്ന ഒരാളല്ലേ ഇവനെ? ഈ തൊട്ടിപ്പുറത്തിയായിരുന്നു. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് വന്നിട്ടുള്ള. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇടണം, എന്നിട്ട് വേണം ഈ ഗുദാമിൻ്റെ അകത്ത് കയറാൻ. നമുക്ക് അവിടെ എവിടെ ഇടാൻ ചേട്ടാ, ഇങ്ങോട്ട് ചേർത്തിടാം. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് വരും. നിങ്ങൾക്ക് അറിയാം, പണ്ട് നമ്മൾ ഇതാ ഇങ്ങ് വാ, ഇതാ ഇവിടെ ചേട്ടാ ഇങ്ങ് വരാൻ. ഇതേ നീ പെതിയെ പോടാ, വാളിപ്പിള്ളേർ ഓടുന്ന പോലെ ഓടാതെ ഗൈസ്. അതായത് ഇത് ജനറേറ്ററുകൾ, പിന്നെ അതുപോലെ സംഭവങ്ങൾ. ഇവിടെ 3 സ്ഥലമാണ് മെയിനായിട്ടുള്ളത്. ഇതും പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവരുടെ അടുത്തല്ലല്ലോ ഉറാലുണ്ടായിരുന്നേ. ഉറാലുണ്ടായിരുന്ന വേറൊരു ടീമിൻ്റെ അടുത്താണ്. അവിടെ പോയി നോക്കണം. ചേട്ടാ ബാ, നമ്മൾ മറ്റേ വണ്ടർലേ വന്നാണോ അതോ പാർക്കിൽ നടക്കാൻ പോയതാണോ? ലിബിൻ ഓടി. ലിബിനൊന്നും നോക്കുന്നില്ല കേട്ടോ, ലിബിൻ വെച്ച അലക്കി. എടാ പെതിയെ പോടാ വേട്ടാ വളിയാ. അവിടെ പോയിട്ട് കൈ കാണിച്ച് ഇങ്ങനെ വിളിക്കും ഒന്ന് സംസാരിക്കാൻ. ഗൈസ് ഇവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സാധനം സ്ക്രാപ്പ് ചെയ്യുന്നത്. ഇവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധനം വിൽക്കുന്നതും വാങ്ങുന്നതും. ഇത് കൂടാതെ ഇനി 3 എണ്ണം കൂടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ കണ്ടുപിടിക്കാൻ പാ, എല്ലാം ഞാൻ മറന്നു, ഇത്രയും വർഷമായില്ലേ. ഉറാൽ കിടക്കുന്നു. ഉറാലാണോ കമാസാണോടാ? ജനറേറ്ററാണ് തോന്നുന്നുണ്ട്, എയർഫോഴ്സിൻ്റെ. ഇതേ ട്രക്ടറ. അरे ट्रैक्टर എത്രയ്ക്ക് തരുമോ? स्टालियन एंड ट्रैक्टर पूरी गाड़ी चाहिए। पूरी गाड़ी चाहिए। किधर है? उधर स्टालियन है कोई अंदर है। ഇതിന് എയർ പ്രഷർ വരെ ഓട്ടോമാറ്റിക്കലി വരുമല്ലേടാ ലിബിനെ? दूसरा नहीं है। दे दूसरा नहीं है बॉडी वाला। ഞാൻ പറഞ്ഞിട്ട് ഒന്നും നോക്കണ്ട, 2 കൂടെ കൂടി ഈ സാധനം പിടിക്കുക. നമ്മള് ഇത് പാർട്സ് റഷ്യന്ന് കിട്ടും. റഷ്യ അല്ല. അതെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ട്രക്ടർ അത് ഇത് എണ്ണ അടിച്ച് മുടിയുമെന്ന്. വേണ്ട, ഓടണ്ട. ഓ ആവണ്ട. എടാ ഇത് ട്രക്ടറാ, മറ്റേതെല്ലാം നിക്കറാ. ഇത് ഇവിടെയാണ് ഡ്രൈവ് വരുന്നത്. ആ പറഞ്ഞിട്ട് ട്രക്ടർ എടുക്കാം, ഒരു തലവേദന ഉണ്ടാവൂല. വേണ്ട എൻ്റെ പൊന്നെ. ഓ ചേട്ടൻ കാണിച്ച്, ഞാൻ റഷ്യ പോയപ്പോൾ ഇത് എന്തോരം കണ്ടാന്നറിയാവോ? ഇത് എന്നതാ ഇത്? 120 കേട്ടല്ലോ പിന്നെ മാക്സിമം സ്പീഡ്. 120 പോയത്? ടാറ്റ കേട്ടോ ഇത് പണിയുന്നേ? ടാറ്റ അല്ല, ടെക്ട്രാ. ടെട്ര, TATR. ടെട്രാന്നല്ല വായിക്കുന്നത്. സൺറൂഫ് ഒക്കെ ഉണ്ട്, മോണോ റൂഫ് എന്ന് പറയാം. ഇതിലെ കാല് കുത്തി കയറുമോ? ഇതേ ബുള്ളറ്റ്. ചേട്ടാ ഇവിടെ ആട്ടോ ഏറ്റവും കൂടുതൽ സംഭവം ഉള്ളത്. दूसरा गाड़ी है वो ए साइड गाड़ी है। ദേ ട്രക്ടറെ പൊളിച്ച് ഉണ്ടയാക്കി ഇട്ടാക്കുന്നു. ലിവിനെ ട്രക്ടറെ പണിതെടുത്താണ്ടല്ലോ, അലസേട്ടനോട് പറഞ്ഞ് റഷ്യയിൽ നിന്ന് സാധനം കിട്ടും. സാധനം കിട്ടും. പക്ഷേ സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഉറാലാന്ന് തോന്നുന്നു. ഇത് ഉറാൽ. ഇത് ഉറാലാണോ ട്രക്ടറാണോ? ആ ഉറാൽ. റഷ്യൻ അല്ല, കമാസ് ആണോ? ഇത് ജനറേറ്റർ റൂം അങ്ങനത്തെ എന്തെങ്കിലും വേടാ. पूरा शाशी मिलेगा।
हाँ बाकी सारा कंप्लीट रहेगा ये ऊपर എടാ ഇത് റിക്കവറി പർപ്പസ് ആടാ. അതിട്ട് കാലിൽ കട്ട് സൈസ് അല്ലേ അത്? സിംഗിൾ ചേസ് ആട്ടാ, അത് ഡബിൾ ചേസ്. इसमें 1220 ഈ അപ്പോളോ ഒക്കെ टायर बदली करवाना होगा तो हो जाएगा 1220 का लग जाएगा പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ലിബിനെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറഞ്ഞത് കറക്റ്റ് കേട്ടോ. ട്രാക്ടർ പിടിക്കുക അതിനാ ആവൂല. ഞങ്ങളെ ഈ ഒരു വശത്തു നിന്ന് അടുത്തൊരു വശത്തോട്ട് പോവാണ്. ഇതൊരു സൈഡ് വേണ്ടി മാത്രം. ഇത് നമ്മളിപ്പം വേറെ കേസ് ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഇത് പറഞ്ഞില്ലല്ലോ, നാളെ വരാൻ ഇത് ഉണ്ടാകത്തില്ല. ഇതായിരിക്കും അവസ്ഥ, നശിപ്പിക്കും. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇതേപോലെ ഗ്യാസ് ഇത് വെച്ച് കത്തിച്ചാകുമ്പോൾ 2 സ്പ്ലിറ്റ്. ഭൈ അയ കോൺസാ എഞ്ചിനെ കോൺസാ കരാജ് हाँ कौन सा उराल टक्ट्रा लाइलैंड हाँ लाइलैंड നവിൽ എഞ്ചിനാ ആ ടാങ്ക് റഷ്യൻ എഞ്ചിനായിട്ട് കാണുന്ന റഷ്യൻ എഞ്ചിൻ. കിളി വാറിപ്പോ ആൾക്കാർ കിളിയും കിളിക്കുഞ്ഞും. इधर का तो काम करवाना पड़ेगा अपना बाकी इंजन स्टार्ट होगा गियर ओके होगा इससे ओके हिसाब से ओके है अब पूरा चेकिंग करके वो तो टैंकी को मिस्त्री करेगा कोई पाइप ലിവിനെ ഈ വേറൊന്നും ഇല്ലെന്ന് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് തരുമെന്ന്. ആ വേണ്ട, അവൻ്റെ ഷേപ്പില്ല. അല്ല നല്ല വണ്ടിയാന്ന്. ഏതാ? ലൈലാൻഡ് യൂറോ 1 യൂറോ 2 യൂറോ 1 യൂറോ 2 അതിന് പറയറിയില്ല. വാ ചാണകം വേറെ വഴിയിൽ നിന്ന് ഞങ്ങൾ ഈ വഴിയെ വന്ന കേട്ടോ. അങ്ങോട്ട് പോയതുകൊണ്ട് ഇങ്ങോട്ട് പോയല്ലോ. എന്തോരം വണ്ടി അവിടെ ഇവിടെയൊക്കെ കിടക്കണമെന്ന് നോക്കി. ട്രാക്ടറുണ്ട് അവിടെ പൊളിക്കാത്തോണ്ടാടാ. നല്ല വണ്ടിയെല്ലാം പൊളിച്ചു പോയി. നല്ല വണ്ടിയെല്ലാം പൊളിച്ചു പോയി. ട്രെയിന് ഒരു ടെക് ട്രെയിനെ പീസാക്കി. ഒരു സ്റ്റാലിനും പീസായി. ഇത് അടുത്ത് കിടക്കുന്നു. തുമ്പി വാ തുമ്പി. ഇല്ല പോകണ്ട, ഇല്ല ഇല്ല. ഇത് പൊളിച്ചു കളഞ്ഞു. നമുക്ക് ആവശ്യമുള്ള എഞ്ചിൻ ഊരി എടുത്തു. അല്ലേ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്നുമില്ല. എല്ലാ സമയത്ത് എത്ര വണ്ടിയായിരുന്നു. ആ നോക്കിയേ ഒരു ടെക്ട്രയുടെ കോലം കണ്ടോ. ഇതോ ചേട്ടാ ഇതായിട്ട് അതിൻ്റെ ഷാസി. ഈ മാങ്ങാത്തൊലിക്കിട്ടൊക്കെ പോയി അടിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. റഷ്യയുടെ ടെക്ട്ര എന്നാ ടെക്ട്ര ആ ഉറാൽ സാധനം മറ്റേതാടാ. ഉറാൽ നമ്മളെ നേരത്തെ കണ്ട സാധനമല്ലേ? ആ ഇല്ല 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 എല്ലാം പൊളിക്കുവാടാ. എല്ലാവേ പൊളിച്ച് കളയുവാ. കോണ്ടസ കിടക്കുന്നുണ്ടോ? പഞ്ചാബ് കോണ്ടസ. എല്ലാം കാക്കയ്ക്ക് ടോയ്ലറ്റായി മാറി അല്ലേ തുമ്പി? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അടിയിലല്ലേ ആ സർക്കാരിന്റെ സ്ഥലമാണ് അതറിയത്തില്ല. ഇതിങ്ങനെ കിടക്കുവാ, അങ്ങനെ കിടക്കുവാ. ആണോ? പിന്നെ ഇനി 2 സ്ഥലമില്ലേ ഇവനെ? ഇനി 2 സ്ഥലമില്ലേ? ഇനി 2 കൂടെ ഇല്ലേ? ആ ഒരെണ്ണം അങ്ങ് ടാറ്റ മാത്രം എടുക്കുന്നില്ലേ? അവിടെ പോയി നോക്കാം. പെട്ടെന്ന് പോണേ. പുള്ളീൻ്റെ ഓണറാട്ടാ. പുള്ളിയോടത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നു. എല്ലാം സംസാരിച്ചു. എന്തൊരു സന്തോഷം. അയ്യോ വരുത്തേട്ടാ, വയറ് നിറഞ്ഞില്ലേ? പോയേക്കാം. ഇനിയും ഭക്ഷണം പോലും വളരെ വില കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ പുള്ളിയുടെ കയ്യിലുള്ളൂ. അതെ അതെ, അത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പുള്ളി പറയാണ് നിങ്ങളൊരു മെക്കാനിക്കൽ കൊണ്ടുവന്നു എന്നിട്ട് ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടമുള്ള സാധനമൊക്കെ മാറ്റിയിട്ടുള്ള നശിച്ചു പോയ സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് കൊണ്ടു. ഗിയർ ബോക്സ് ആണോ ഞാൻ തരാം, എന്ത് വേണോ ഞാൻ തരാം. ആർമിക്കാർ വരെ ഇവിടെ വന്ന കേട്ടോ പാർട്സ് മേടിക്കുന്നുണ്ടോ. അടിപൊളി. വേറെ വകുപ്പില്ല. വേറെ വകുപ്പില്ല. ആ വേറെ വകുപ്പില്ല. ഞാൻ ഇങ്ങനെ ലെയിലും കണ്ടിട്ടുണ്ട് ടാറ്റയുടെ ഒക്കെ പാർട്സ് തപ്പി നടക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാട്ടോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലം, എത്ര ദൂരമാണെന്നൊന്നും അറിയില്ല. എല്ലാം തപ്പി കണ്ടുപിടിക്കും കേട്ടോ. എല്ലാം തപ്പി കണ്ടുപിടിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓട്ടോക്കാരുടെ കൂട്ടത്തിലാണല്ലോ വന്നത്. അപ്പൊ അവരെ നമ്മളെ കൊണ്ടുവിട്ടെ. നിർമ്മൽ ഇപ്രാവശ്യം സ്വന്തം കടയിലാണ് നമുക്ക് പോകണ്ടേ. നിർമ്മൽ ക്രാഫ്റ്റ് ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്ത് ക്വാളിറ്റി വണ്ടി കിട്ടുന്ന സ്ഥലം. ഇവിടെ തേങ്ങ ഉണ്ട കിട്ടും. ഇവിടെ ക്വാളിറ്റി അവൻ്റെ അടുത്ത് ഏറ്റവും ക്വാളിറ്റി. ആരടുത്ത്? നമ്മളെ പോയ പയ്യൻ്റെ അടുത്ത്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ക്വാളിറ്റി ഇരിക്കും. വേഗം വേഗം കാണും. ഇവിടെ കണ്ടു ക്വാളിറ്റി കണ്ടോ ഗൈസ്. കെട്ടി കേട്ടോ വണ്ടി ഇല്ല. അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ട് വണ്ടി ചെല്ലട്ടെ. വണ്ടി അല്ലട്ടെ വണ്ടി അല്ലട്ടെ പോട്ടെ. ഇത് എവിടെ നിന്ന് അങ്ങനെ ഉള്ളിലേക്ക് കയറ്റണോ? ആ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് വന്നാണ്. അപ്പം ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ മതിലിൻ്റെ അപ്പുറത്താണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ലിബിൻ അവിടെയുണ്ട്, നമ്മുടെ ഒരു വണ്ടി അവിടെയുണ്ട്, ചേട്ടൻ അവിടെയുണ്ട്. പുള്ളി ഉറക്കം വരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്ത വണ്ടി കാണാൻ വേണ്ടി പോകാം കേട്ടോ. അങ്ങനെ ഒന്നും അറിയില്ല. റിക്കവറി ഫ്ലാറ്റ് ബെഡ് ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇവിടെയൊക്കെ ദൂരം വന്നാൽ ഞങ്ങൾ ഫ്ലാറ്റ് ബെഡ്. paper in recovery, but we need to use ഈ ഒരെണ്ണേ ഉള്ളൂ, ഏറ്റവും ഉള്ളൂ ഫ്ലാറ്റ് ബെഡ് അല്ലേ? ഇത് ഏകദേശം ഇന്ന് രാത്രി മറ്റന്നെ വരൂലേ? 24 ആട്ടോ. This one is in complete running condition. BS4 है गाड़ी. Sorry? BS4 है? 2 ആയിരിക്കും. 4. BS3 हो BS4 है? 4. ആ ഇത് കുറച്ച് വൃത്തിയുണ്ട് കേട്ടോ. ഇത് നല്ല വണ്ടിയാണ്. ഫ്രണ്ട് ഒക്കെ മാറ്റി കൊണ്ട് വെപ്പിച്ചാൽ മതി. ഇത് വണ്ടി വൃത്തിയുണ്ട്. Tomorrow fixed and पैसा purchasing. कुछ ना कुछ है ना, आपसे भी एक ओपनिंग करेगा. എന്നാ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഡീൽ സംസാരിച്ചാട്ടാ. പിന്നെ എന്നെ അറിയത്തില്ല. When did you came? In 2021. कोरोना का टाइम में मैं इधर आया. എന്നെ അറിയത്തില്ല. ഞങ്ങള് ഇതിനകത്ത് തൊരപ്പന്മാരെ പോലെ കയറിയത്. Your office here. ഐ എം 2-3 ടൈം ഹിയർ കമ്മിങ്. ഗൈസ് ഇവിടെ വേറൊരു കളിയാ. ആ കളി വേറെ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വാറണ്ടിയിൽ വണ്ടി കിട്ടും, 10,000 5,000 വാറണ്ടിയിൽ. ഇനി അതല്ലാതെ ഉള്ള കണ്ടീഷനിൽ കിട്ടും. അങ്ങനെ പല 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 സെറ്റപ്പുകളിൽ ഉള്ള കളിയുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കി പഠിക്കണം. അതെ, വണ്ടി വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ 4 നാളെയാണ് വണ്ടി വരുന്നത്. നാളെ വണ്ടി വരും. 12 ഇവൻ്റെ അടുത്ത്, അവൻ്റെ അടുത്ത് 3 വരും, മറ്റവൻ്റെ അടുത്തും വരും. അപ്പോൾ എല്ലായിടത്തും പോയിട്ട് ഇത് പഠിച്ചിട്ട് നമ്മൾ ഒരു വണ്ടിക്ക് അങ്ങോട്ട് കൊടുക്കാം. മറ്റവന് പറഞ്ഞ പൈസേനേക്കാളും ഈ പക്ഷെ ഇപ്പം പൈസ കൂടുതലാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അത് അവനോട് ഇവൻ പറഞ്ഞ സംഭവം തന്നെ അവനോട് ചോദിക്കണം. എല്ലാം മാറ്റിയിട്ട് തരുമോ, തിരിച്ചിട്ട് തരുമോ, അതിട്ട് തരുമോ, അങ്ങനെ തരുമോ? തുമ്പി, ഒരു കാര്യം മനസ്സിലായില്ലേ? ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാ? ഡിഫറൻഷ്യൽ 4x4. ആണോ പറയുന്നത്? വണ്ടി വരട്ടെ. വെറുതെ നമ്മൾ മറ്റേ പുള്ളിനെ തെറ്റിദ്ധരിച്ചു, പാവം. അല്ല, അത് 2 ഓപ്ഷൻ അവർ പറഞ്ഞത്. നിങ്ങൾ പണിയണമെങ്കിൽ നിങ്ങൾ പണിതോ, നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ വരില്ല. പാർട്സ് നമ്മൾ. അതെ, പക്ഷേ നാളെ എന്തെങ്കിലും പറ്റിയാൽ ഒരു ഉത്തരവാദിത്വം വെക്കില്ല. കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആളെ വെച്ച് പണിത് റെഡിയാക്കി भैया BS4 गाड़ी आना आएगा. 100 കിലോമീറ്റർ ഓടിച്ച് കറങ്ങി എല്ലാം വന്ന് കേരളത്തിൽ ചെന്നാലും വാറണ്ടി തരും. കേരളത്തിൽ ചെന്നല്ല, അതെ, 5000 കിലോമീറ്റർ मस्त का तुम्हारे पास कितना पैसा है एम्बुलेंस का? ഷിപ്പിംഗ് കോസ്റ്റ്. नहीं, पैसा कितना आएगा? പുതിയ സാധനം ഇവിടുന്ന് കൊറിയർ അയക്കും. അതിന്റെ 2ന്റെ ഷിപ്പിംഗ് കോസ്റ്റ് മാത്രം കൊടുത്താൽ മതി. ബാക്കി പാർട്സ് ഫ്രീ ആയിട്ട്. പക്ഷേ ഇതിന് ചെറിയ വിഷയമുണ്ട്. ഈ 2 പേരും നമ്മളോട് രജിസ്ട്രേഷൻ ഫീസ് ഇച്ചിരി കൂടുതലാണ്. അല്ലല്ലേ? അല്ല, മറ്റേ ആള് പറഞ്ഞത് ഇയാൾ പറഞ്ഞതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. 50 അല്ല, 1 രൂപയുടെ വ്യത്യാസം. 50 രൂപ വ്യത്യാസം. പക്ഷേ പുള്ളി പറയുന്നതാണ് കറക്റ്റ്. സീ യു ടുമോറോ. നമ്പർ വന്നിട്ടുണ്ടോ? നമ്പർ you just എടുത്തോ? ഓക്കെ. ഹൗ മച്ച് ദിസ് വൺ? ചേട്ടാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് ഇറങ്ങി. അത് ഈ മറ്റേ പേപ്പറിന് മറ്റേ വിഷയം ഒന്നുണ്ട്, ക്യാൻസൽ ആയി പോകുന്നു. അതും കൂടി ഒന്ന് ചോദിച്ചേ. ഒരു മിനിറ്റ്. പേരല്ലേ അല്ലടാ, പേപ്പറിൻ്റെ കാര്യം കൂടി ചോദിക്കണം. ഫൈനലി നമ്മളുണ്ടല്ലോ റൂം സെറ്റാക്കി. ഇവിടെ നമ്മുടെ വണ്ടി കിട്ടു. നാളെ നമ്മുടെ സർക്കസൊക്കെ നടക്കത്തുള്ളൂ. ഇതിന് സർക്കസൊന്നും നടക്കത്തില്ല. അപ്പം ഇത് അതിൻ്റെ അകത്താണ് റൂം. 1800 രൂപയ്ക്ക് കിട്ടി. 900 രൂപ റൂമിന്. 900. നല്ല റൂമാ? 2 റൂം എടുത്തു. അങ്ങനെയല്ല, കൊള്ളാം. ബാത്റൂം എങ്ങനെയുണ്ട്? യൂറോപ്പ് അടിപൊളിയാണ്. ഇപ്പൊ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എവിടെയാണ്? യൂറോപ്പ് ബാത്റൂം. ഗൈസ്, ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തു പോകാൻ എളുപ്പമാണ്. അപ്പം സംഭവം സെറ്റ് ചെയ്യട്ടെ.